ഹേ ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കേണ്ടത് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ഡിസോർഡർ ആണ് കേട്ടോ. സോ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എസെൻഷ്യലാണ്. നമ്മുടെ ഇമോഷൻസ് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അവിടെയാണ് ലാംഗ്വേജ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ വോക്കൽസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, സ്പീച്ച് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അവിടെയാണ് ഗ്രാമാറ്റിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്ലക്സ് ആയിട്ട് പോകുന്നത്. സോ നോർമലി ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്ന ഒരു സീക്വൻഷ്യൽ പ്രോസസ്സിലൂടെയാണ്. ആ ഫസ്റ്റ് വൺ വോക്കലൈസേഷൻ ആണ്, പിന്നെ സ്പീച്ച് സൗണ്ട് ഉണ്ടാകുന്നു, അതിനുശേഷം പ്രൊസോഡി ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്, നോർമലി ലാംഗ്വേജിൻ്റെ സീക്വൻസ് ഡെവലപ്പായി വരുന്നത്. സോ അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജിൻ്റെ ഡിസോർഡറിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട സാധനമാണ്. ബിക്കോസ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടാകുന്നത്, ഏത് രീതിയിലാണ്. സോ പ്രൊസോഡി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൗണ്ട് ഋതമായിട്ട് വരുന്ന രീതിയാണ് നമ്മൾ പ്രൊസോഡി എന്ന് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ താളത്തിലും മോളത്തിലും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല ഈ ഒരു പരിപാടി. സോ ഇൻവോൾവ് ഫോം ഓഫ് ഫോണോളജി, മോഫോളജി, സിൻടാക്സ്, സീമാറ്റിക്, പ്രാഗ്മാറ്റിക്, അതായത് എങ്ങനെ കണ്ടന്റ് ഉപയോഗിക്കുന്നു, ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയില്ലേ, ഇതേപോലെ തന്നെ. സോ 1 in 10 people in US have a common communication disorder. സോ കോമൺ എന്ന് പറയാൻ 1 into 10, അതായത് 10ൽ ഒരാൾ, അതായത് നമ്മളിപ്പോൾ ഒരു 100 പേരെടുക്കുവാണെങ്കിൽ 10 പേരിൽ കോമൺ ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ കാണുക എന്ന് പറയുന്നത്. സോ മിസ് ഐഡൻറ്റിഫിക്കേഷൻ ഡ്യൂ കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾസോ കോമൺ. അതായത് ഇപ്പോൾ ഇപ്പം നിങ്ങൾ ഒരിക്കലും പറയരുത് കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എനിക്കിപ്പോൾ കൊടുത്തു എന്ന് പറയുന്നതിന് തന്നു എന്ന് പറയുന്ന കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ അതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അതുമായിട്ട് കമ്പെയിൻ ചെയ്യരുത് കേട്ടോ. സോ ഡിസോർഡർ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് പ്രോപ്പർലി ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റാതെ വരിക എന്നുള്ളതാണ്. സോ എല്ലാ ലാംഗ്വേജിനും സ്പീച്ച് ഡിസോർഡർ ചിലപ്പം ഇൻവിസിബിൾ ആയിരിക്കാം ചില സമയങ്ങളിലൊക്കെ, പിന്നെ ആയിരിക്കും അത് കണ്ടുപിടിക്കുക. കുഞ്ഞായിട്ടിരിക്കുമ്പോൾ കൊച്ച് സംസാരിച്ച് വരുന്നതേ ഉണ്ടാവുള്ളൂ. ആ ബാബ്ലിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മമ്മ പപ്പ എന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും, മൂളുന്നുണ്ടായിരിക്കാം. പക്ഷേ പിന്നെ ആയിരിക്കും വരിക. സോ ബേസിക്കലി ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ റിലേറ്റഡ് ഫാക്ടേഴ്സ് കാരണമൊക്കെയാണ് നോർമലി എന്ത് വരിക, നമുക്കൊരു ഡിസോർഡറും കാര്യങ്ങളും ഒക്കെ നോർമലി വരിക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. സോ ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നതാണ്. സോ ഗ്രാമർ പ്രോപ്പർലി ഉപയോഗിക്കാൻ പറ്റാണ്ട് വരിക, ലാംഗ്വേജ് പ്രോപ്പർ കൈകാര്യം ചെയ്യാണ്ട് വരിക. സോ റിസപ്റ്റീവ് ഡിസോർഡർ ആണ്, ഡിഫിക്കൽട്ടി അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ്, നമ്മൾ ലാംഗ്വേജ് മനസ്സിലാക്കാതെ വരിക. ആൻഡ് എക്സ്പ്രസീവ് ഡിസോർഡർ, ഡിഫിക്കൽട്ടി പ്രൊഡ്യൂസിങ് ലാംഗ്വേജ് പ്രൊഡ്യൂസിങ് പറ്റാതെ വരിക. ആൻഡ് മിക്സ്ഡ്, അതായത് ഈ രണ്ടും കൂടെ റിസപ്റ്റീവും എക്സ്പ്രസീവും കൂടെ ഒരുമിച്ച് വരിക, ഇങ്ങനെയും വരാം. സോ അത് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഈവൻ സൈൻ ലാംഗ്വേജിനെ പോലും അഫക്റ്റ് ചെയ്യാം. സോ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ സംസാരിക്കുക മാത്രമല്ല, ഒരു ലാംഗ്വേജ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പം നോക്കും, വായിക്കുന്ന നോക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും നോക്കും. അങ്ങനെയാണല്ലോ ഇപ്പോൾ സി വിയിലൊക്കെ നമ്മൾ വെക്കുമ്പം എബിൾ ടു സ്പീക്ക്, എബിൾ ടു റീഡ്, എബിൾ ടു റൈറ്റ്, ഇങ്ങനെയാണല്ലോ നമ്മൾ നോക്കുന്നത് അല്ലേ. സോ കോമൺ ഇൻഡിക്കേറ്റേഴ്സ് പറയുവാണെങ്കിൽ പ്രോപ്പറായിട്ട് പാറ്റേൺ ഫോളോ ചെയ്യാതെ വരിക, ഡെവലപ്മെൻറ്റ്, സ്പീച്ച് ഡെവലപ്മെൻറ്റ് ഡിലേ ആവുക, അല്ലെങ്കിൽ കറക്റ്റ് പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റാതെ വരിക. ഇപ്പോൾ ലാംഗ്വേജ് ഡിസോർഡറിൽ വരുന്നതാണ് ഓട്ടിസം, ലേണിംഗ് ഡിസേബിലിറ്റി, സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് ആൻഡ് ഫോണോളജിക്കൽ ഡിസോർഡർ, അഫാസിയ ആൻഡ് ഡിസ്പ്രാക്സിയ. ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടാവുക കേട്ടോ. സോ അഫാസിയ എന്ന് വെച്ചാൽ ഇമ്പയർമെൻറ്റ് ഡ്യൂ ടു ഡാമേജ് ഇൻ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ഡാമേജ് വരുമ്പോഴാണ് എന്തുണ്ടാവുക, അഫാസിയ ഉണ്ടാവുക. അവിടെയാണ് വെർണിക്സ് അഫാസിയ, അത് ഡാമേജ് ലെഫ്റ്റ് ടെമ്പർ ലോബ്. സോ നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് ടെമ്പർ ലോബിലാണ് എന്നുണ്ടെങ്കിൽ വെർണിക്സ് അഫാസിയും, നമ്മുടെ ഫ്ലുവൻസി ഉണ്ടാവാണ്ടിരിക്കുക, നമ്മൾ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയുക, അത് നമ്മൾ തന്നെ വാക്കുകൾ ഉണ്ടാക്കി പറയുക, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. സോ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, സപ്പോർട്ടീവായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ വെർണിക്സ് എഫക്ട്സ് നമുക്ക് ഒരു പരിധി വരെ ശരിയായി കൊണ്ടുവരാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രോങ്കസ് അഫാക്സി ആണ്. ഇത് പ്രീ മോട്ടർ ഏരിയ ഡാമേജ് ആവുകയാണ്. സോ നോൺ ഫ്ലുവൻ്റ് ആവുക, നോർമലായിട്ട് ഗ്രാമർ കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റാതെ വരിക, അത് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് ഉണ്ടാവാണ്ട് വരിക. അതായത് സ്ട്രഗ്ലിംഗ് വിത്ത് ദ ഡോഗ് ദാറ്റ് വിമൻ ഈസ് ബിറ്റ്നിങ് ഈസ് ഗ്രേ. സോ കണ്ടോ, ഈ ഒരു രീതിയിൽ സെൻറ്റൻസ് കോട്ട് ചെയ്യുന്നുണ്ടോ, അതായത് പ്രോപ്പറായിട്ട് സ്ട്രഗിൾ ചെയ്യും. അതായത് ആ പട്ടി ആ ഒരു ഗ്രേ കളറുള്ള പട്ടി ആ സ്ത്രീനെ കടിക്കുന്നു എന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. സോ ഡിഫറൻസ് എന്താണ് അപ്പോൾ വെർണിക്സും ബ്രോങ്കാസും തമ്മിൽ വ്യത്യാസം?
സോ വെർനെക്സിൽ ഞാൻ പറഞ്ഞു മീനിങ്ലെസ് ആയിരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. വെർനെക്സിൽ ഫ്ലുവൻ്റ് ആയിരിക്കും, ബട്ട് മീനിങ്ലെസ് സ്പീച്ച് ആയിരിക്കും. അതിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം മലയാളത്തിൽ ഞാൻ പറയുവാണ്, അവിടെ വന്നു നിന്നു കറങ്ങി പോയി എന്നൊക്കെ ഞാൻ സ്പീഡിൽ പറയും, ഫ്ലുവൻ്റ് ആണ്, പക്ഷേ മീനിങ്ലെസ് ആണ്. ബ്രോങ്കാസിൽ അങ്ങനെയല്ല, നോൺ ഫ്ലുവൻ്റ് ആണ്, എഫേർട്ട്ഫുൾ സ്പീച്ചാണ്, കോംപ്രഹെൻസീവ് മോസ്റ്റ്ലി ഇൻടാക്റ്റ്. സോ അവിടെ എന്തായിരിക്കും, പറയുന്ന കാര്യത്തിന് ഒരു കറക്റ്റ് ഓർഡറോ ഒരു ഫ്ലുവൻറ്റോ ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ഫ്ലുവൻസി ഉണ്ടാവും, പക്ഷേ മീനിങ്ലെസ് ആണ്. ഇവിടെ വെച്ചാൽ എന്താണ്, കോംപ്രഹെൻസീവ് മോസ്റ്റ്ലി ഇൻടാക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അതർ ടൈപ്പ് ഉണ്ട്, ഗ്ലോബൽ അഫാസി ഉണ്ട്. സോ സിവിയർ ഇമ്പയർമെൻറ്റ് ഓഫ് കോംപ്രഹെൻഷൻ പ്രൊഡക്ഷൻ. സോ നമ്മൾ കോംപ്രഹെൻഷൻ പ്രൊഡക്ഷനും സിവിയർലി ഉണ്ടാവും. ഡാമേജ് ടു ദ ബോത്ത് ബ്രോങ്കസ് ആൻഡ് വെങ്കിസ് ഏരിയ. സോ നേരത്തെ പറഞ്ഞതുപോലെ ടെമ്പർ ലോബും ആൻഡ് പ്രീ മോട്ടറൽ ഏരിയനെ ഒരുമിച്ച് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, മിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ അതർ ടൈപ്പിൽ വരുന്ന ഗ്ലോബൽ അഫാസിയ ആൻഡ് അനോമിക് അഫാക്സിയ ഉണ്ട്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് നെയിം ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഓട്ടിസം ആണ്. എല്ലാവർക്കും അറിയുന്ന കേസാണ് ഓട്ടിസം. സോ നമ്മൾ സോഷ്യൽ ബിഹേവിയർ, ലാംഗ്വേജ്, കൊഗ്നീഷനൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊക്കെ ഇതൊക്കെ നമുക്ക് നോർമൽ ഒരു സോഷ്യൽ ബിഹേവിയറും ലാംഗ്വേജും കൊഗ്നീഷനും ഒക്കെ ഡെവലപ്പ് ആവുന്ന സ്റ്റേജിൽ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആവില്ല. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ഡിസോർഡർ തന്നെ ഉണ്ടാവും, അവർ ഡെഫിഷ്യൻറ്റുമായിരിക്കും എന്നുള്ളതാണ്. സോ ജനറ്റിക് ആണ്, എന്നാൽ ഇപ്പോഴും കൺഫേം ചെയ്യാനുണ്ട്. സോ ബയോളജിക്കലി പറയുവാണെങ്കിൽ 14 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുക, ഫിക്സേഷൻ ഉണ്ടാവാതിരിക്കുക, ഐ കോണ്ടാക്ട് ഇല്ല, ലിപ്സുകൾ കറക്റ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്യില്ല, നമുക്ക് സ്പീച്ച് പ്രോപ്പർലി ഡെവലപ്പ് ആവില്ല. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഭയങ്കര പ്രശ്നങ്ങൾ ഈ ഓട്ടിസത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഫോണോളജിക്കൽ ഡിസോർഡർ. സോ എന്താണ് ഡെവലപ്മെൻറ്റ് ഫോണോളജിക്കൽ ഡിസോർഡർ? സോ നമുക്ക് ഇതിനകത്തിപ്പോൾ നമുക്ക് അഫാസി നോക്കി ആൻഡ് ഓട്ടിസം നോക്കി. സോ ഓട്ടിസത്തിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓട്ടിസം നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഏരിയാസ് ഉണ്ട്. ആ നോട്ടിന് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നേക്കാം, നിങ്ങൾ അതൊന്ന് നോക്കാം കേട്ടോ. സോ ഡെവലപ്മെൻറ്റ് ഫോണോളജിക്കൽ ഡിസോർഡർ എന്ന് വെച്ചാൽ സോ ഓൾസോ നോൺ എസ് ഫോണോളജിക്കൽ ഡിസേബിലിറ്റി ഓർ ഫോണോളജിക്കൽ ഡിസോർഡർ. ഇത് നമ്മൾ ഫോണോളജിക്കൽ ഡിസേബിലിറ്റി എന്നോ അല്ലെങ്കിൽ ഡിസോർഡർ എന്ന് പറയാറുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് ഡിസോർഡർ ദാറ്റ് ഇമ്പാക്ട് ചൈൽഡ് ഏബിൾ ടു ഡെവലപ്പ് ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ സ്പീച്ച് ബൈ ദ ഏജ് ഓഫ് 4. അതായത് ഒരു പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് ഒരു കൊച്ചിന് സംസാരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ വായിക്കാൻ പറ്റാതെ വരിക, സ്പെല്ല് ചെയ്യാൻ പറ്റാതെ വരിക, അത് പ്രോപ്പറായിട്ടുള്ള ലേണിംഗ്, സൗണ്ട്, സ്പീച്ച്, റീഡിങ്, സ്പെല്ലിംഗ് ഒന്നും പ്രോപ്പർ ആവില്ല എന്നുള്ളതാണ്. ഇംപെയർഡ് സൗണ്ട് പ്രൊഡക്ഷൻ, പ്രോപ്പറായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരിക. കോ ഒക്കറൻസ് ഡിഫിക്കൽട്ടി, അതായത് വീണ്ടും നമ്മൾ വീണ്ടും റിപ്പീറ്റേറ്റീവായിട്ട് പറയാറില്ലേ, അല്ലെങ്കിൽ ഈവൻ ഗ്രാമർ അല്ലെങ്കിൽ സ്ലട്ടറിങ് ചെയ്യുക, ഇപ്പം വന്നു അങ്ങനെയൊക്കെ പറയണ്ടാവില്ലേ, അതൊക്കെ ഫോണോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ് കേട്ടോ. ആൻഡ് അൺനോൺ കോസ്, അതായത് ഇപ്പോൾ ബേസിക്കലി ഇത് എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിനെപ്പറ്റി സ്റ്റഡീസ് നടക്കുന്നേ ഉള്ളൂ. അതായത് കാര്യം നമുക്ക് ഇതേപോലെ സിമിലർ ഡിസോർഡേഴ്സുകളുണ്ട്. സോ there is speculation that genetic may play a role due to higher incidence of similar disorder within families. കാരണം കുടുംബത്തിൽ ഓൾറെഡി വിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോണോളജിക്കൽ ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കുട്ടികളിലും കാണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാനും പറ്റില്ല. ആൻഡ് അസോസിയേറ്റ് ഡിസോർഡർ, ഇതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ലൈക്ക് ഷട്ടറിങ്, സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ്, അഫാക്സിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ സൗണ്ട് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരിക, റിപ്പീറ്റഡ് ഗ്രാമർ പ്രോപ്പർ ആവില്ല, ഷട്ടറിങ് ചെയ്യുക, ആൻഡ് വേർഡ് റിട്രൈവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിസോർഡറുകൾ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അൺനോൺ കോസ് ജെനറ്റിക്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഫാക്സി ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ലൈക്ക് ഷട്ടറിങ് ആൻഡ് സ്പെസിഫിക് ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് ഉണ്ടാവുക, ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, അതായത് നമുക്ക് ഈ ഒരു സൗണ്ടൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാക്കാനും ഗ്രാമാറ്റിക്കും ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പറ്റും. ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സും ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ഫ്രാക്സി ആണ്. സോ ഇതൊരു ഡിസോർഡർ ബൈ ഡിഫിക്കൽട്ടി ഇൻ പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് സെൻസറി ആൻഡ് മോട്ടോർ ടാസ്ക്. സോ ഇവിടെ സെൻസറി നമുക്കറിയാം, സെൻസറി ഓർഗൻസ് ഉണ്ട് ആൻഡ് മോട്ടോർ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യില്ല, സിങ്ക് ആവില്ല, ഔട്ട് ഓഫ് സിങ്കിലേക്ക് പോകുന്ന രീതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ്, കോർഡിനേഷൻ, വിഷൻ, പെർസെപ്ഷൻ, ഇമോഷണൽ റെഗുലേഷൻ, റീഡിങ്, റൈറ്റിംഗ്, സോഷ്യൽ സ്കില്ല്. ഇവിടെ റീഡിങ്ങും റൈറ്റിങ്ങുമാണ് നമുക്കിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എന്താണ് അതിൻ്റെ കൂടെയുള്ളതാണ്. നമുക്കിവിടെ ഇപ്പോൾ ലാംഗ്വേജ് ബേസ്ഡ് ആയതുകൊണ്ട് റീഡിങ്, റൈറ്റിംഗ്, സോഷ്യൽ സ്കില്ലാണ് വേണ്ടത്.
അപ്പം ഇവിടെ പുവർ ബാലൻസ് വരിക, വിഷൻ പ്രോപ്പർ ആവില്ല. അപ്പം അതായത് ഒരു കുട്ടിക്ക് നോർമലി വേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബേസിക് കാര്യങ്ങൾ സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനും കമ്മ്യൂണിക്കേഷനും ഒന്നും പറ്റില്ല. സോ ലൈഫ് ലോങ് കണ്ടീഷൻ. സോ ഡിസ്ഫാക്സിയ ലൈഫ് ലോങ് കണ്ടീഷൻ തന്നെയാണ്. അതായത് സ്പീച്ച് തെറാപ്പി ആവശ്യമായിട്ട് വന്നേക്കാം. ട്രീറ്റ്മെൻറ്റ് പറയുവാണെങ്കിൽ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റും ഓക്യുപേഷണൽ സ്പീച്ച് തെറാപ്പിയും എഡ്യൂക്കേഷനും ഒക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഡിസ്ഫ്രാക്സിയയ്ക്കായിരിക്കും കേട്ടോ. ഇനി സ്പീച്ച് ഡിസോർഡേഴ്സ് ആണ്. സോ സ്പീച്ച് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമലി ഉണ്ടാവുന്ന നോർമൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാറ്റേണിൽ മാറ്റം വരിക. അപ്പോൾ അത് എവിടേക്കാണ് വരാം? വോയിസ് ഡിസോർഡേഴ്സ്, ആർട്ടിക്കുലേഷൻ ഡിസോർഡേഴ്സ്, ഫ്ലുവൻസി ഡിസോർഡർ. വോയിസ് ഡിസോർഡർ എങ്ങനെയാണ്? പിച്ച്, വോളിയം, ക്വാളിറ്റി, റെനസൻസ്, ഡ്യൂറേഷൻ ഓഫ് സൗണ്ട്. ചില കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് സംസാരം അവർക്ക് പുറത്തേക്ക് വരില്ല. അത് വോയിസ് ഡിസോർഡറാണ്. ആൻഡ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലി പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ടിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവുക. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നു, ഇതിലെനിക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാവുക. നെക്സ്റ്റ് ഫ്ലുവൻസി അറിയാലോ, ആ ഒരു റേറ്റ് റിതമിലും അല്ലെങ്കിൽ സ്ട്രട്ടറിങ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ വോയിസ് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലാരിങ്സ്, ലങ്സ്, വോക്കൽ കോഡ്, നേസൽ പാസേജിലൂടെയാണ് നമുക്ക് എന്താ വോയിസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും ഈ പറയുന്ന ഏത് പോയിന്റിൽ എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിക്കുന്നു? വോയിസ് ഡിസോർഡർ സംഭവിക്കുന്നതാണ്. സോ ഇൻകറക്റ്റ് ഫോണേറ്റേഷൻ, ബ്രീത്തി, സ്ട്രെയിൻഡ് ഓർ ഹോഴ്സ് വോയിസ്. അതായത് ഇപ്പം ചില ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ശബ്ദങ്ങളുണ്ടാവും, എക്സ്ട്രാ ശബ്ദങ്ങളുണ്ടാവും. ഇൻകറക്ഷൻ റെസൊണൻസ്, ഹൈപ്പർ നാഷണാലിറ്റി ഓർ ഹൈപ്പോ നാഷണാലിറ്റി, മൂക്കുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ കൾച്ചർ ഇൻഫ്ലുവൻസ്, ഒരു വോയിസ് ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ കൾച്ചറലി ഡിറ്റർമൈൻഡ് ആണ്. അതായത് മറ്റുള്ള ആൾക്കാർ എങ്ങനെ സംസാരിക്കുന്നു, ഏത് രീതി സംസാരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതായത് വോയിസ് ഡിസോർഡർ ആൻഡ് പെർസെപ്ഷൻ ഓഫ് വോയിസ് ക്വാളിറ്റി ക്യാൻ ബി കൾച്ചറലി ഡിറ്റർമൈൻഡ്. ഫോർ എക്സാമ്പിൾ, സം കൾച്ചർ ഹാവ് സ്പെസിഫിക് എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് പിച്ചിങ് ആൻഡ് വോളിയം റിലേറ്റ് ടു ദ ജെൻഡർ റോൾ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ നോർമലി ഒരാൺ എങ്ങനെ സംസാരിക്കും, ഒരു പെണ്ണ് എങ്ങനെ സംസാരിക്കുമെന്ന് നമ്മൾ ഓൾറെഡി കൾച്ചർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരാൾ സംസാരിക്കാതെ വരുമ്പോൾ അവർക്ക് സ്പീച്ച് ഡിസോർഡർ ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൾച്ചർ ഇൻഫ്ലുവൻസും ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് സ്പീച്ച് സൗണ്ട് ഡിസോർഡർ, ഇവിടെയാണ് ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാതെ വരിക. ചില ആൾക്കാർക്ക് പഴം, പള്ളി അങ്ങനെയുള്ള വാക്കുകളൊന്നും അവർക്ക് പറ്റില്ല. അതിലാണ് ആർട്ടിക്കുലേഷൻ ഡിസോർഡർ. ഇവിടെ നമ്മൾ എന്താണ് സൗണ്ട് നോർമലി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണിക്കുക. അതായത് നമ്മുടെ പെലറ്റ് ഉണ്ട്, നമ്മുടെ നാവിൻ്റെ പെലറ്റിലേക്ക് ബുദ്ധിമുട്ട്, സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ അനാട്ടമിക്കൽ അബ്നോർമാലിറ്റി വരുമ്പോഴാണ് ഈ ആർട്ടിക്കുലേഷൻ ഡിസോർഡർ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫൊനമിക് ഡിസോർഡർ ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് സൗണ്ടുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇറ്റ് ഇൻവോൾവ് ഡിഫിക്കൽട്ടി ഇൻ ഡിസ്റ്റിങ്വിഷിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് സൗണ്ട് ഡിസ്ട്രാക്ഷൻ വിത്തിൻ ലാംഗ്വേജ് റിസൾട്ടിങ് സൗണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ, പ്രോപ്പർ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ കേസുകളിലാണ് ഈ എന്താണ് ഫിനമിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്. സോ ഫ്ലുവൻസി ഡിസോർഡർ ഞാൻ പറയണ്ടല്ലോ, ഓൾഡ് ഫ്ലുവൻസിയിൽ പ്രശ്നം ഉണ്ടാവുന്നതാണ്. അവിടെയാണ് ക്ലട്ടറിങ് ആൻഡ് ഷട്ടറിങ്. ക്ലട്ടറിങ് വെച്ചാൽ എക്സ്ട്രാ സൗണ്ട് ഉണ്ടാവുക, ഷട്ടറിങ് ആണെങ്കിൽ ബ്രേക്കും അല്ലെങ്കിൽ ബ്ലോക്കേജും ഉണ്ടാവുക. വാക്കുകൾ നോർമലി പറയുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവുക, തുടക്കത്തിൽ ബ്ലോക്ക് ഉണ്ടാവുക, സൗണ്ടിൽ ബ്ലോക്ക് ഉണ്ടാവുക, റെപ്പിറ്റേഷൻ വരിക. അത് ബേസിക്കലി സൈക്കോളജിക്കൽ, ന്യൂറോളജിക്കലൊക്കെ ആയിരിക്കും. ചില കുട്ടികൾക്ക് സൈക്കോളജിക്കലി ഒക്കെ കണ്ടീഷൻ ഉണ്ടാകുമ്പം അവർക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നോർമലി കാണാറുണ്ട്. ഈ ചില കുട്ടികളിലൊക്കെ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കൽ ഇഷ്യൂ കാണിക്കും. വളർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഹിൻഡ്രൻസ്, ഡെവലപ്മെൻറ്റ് ഹിൻഡ്രൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അവരിലാണ് ഈ ക്ലറ്ററിങ്, അതായത് എക്സ്ട്രാ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, റിപ്പീറ്റേഷൻ ഉണ്ടാവുക. അത് ആ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് റിസോൾവ് ചെയ്താൽ മാറാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് അപ്രാക്സിയ ഓഫ് സ്പീച്ച് ആണ്. അപ്രാക്സിയ ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി വേർബൽ അപ്രാക്സിയ അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയ എന്നും പറയാറുണ്ട്. സോ ഇൻഡിവിജ്വലി നമ്മൾ പ്രോപ്പറായിട്ട് വേർഡ് സൗണ്ട് കോൺസ്റ്റൻ്റ്ലി പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചില വാക്കുകളും ശബ്ദങ്ങളും ഉണ്ടാക്കുമ്പം കറക്റ്റായിട്ട് വരുന്നുണ്ടാവില്ല. അവിടെ തന്നെ രണ്ടെണ്ണം ഉണ്ട്, അക്വേർഡ് അപ്രാക്സിയോ സ്പീച്ചും ഉണ്ട്, ഡെവലപ്മെൻറ്റൽ അപ്രാക്സിയോ സ്പീച്ചും ഉണ്ട്. അക്വേർഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ അഡൾട്ട്, ടിപ്പിക്കലി ഫോളോ ടു സ്ട്രോക്ക് ഓർ ബ്രെയിൻ ഇഞ്ചുറി. സ്ട്രോക്ക് വന്ന ആൾക്കാർ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവും അവർക്ക് സ്ട്രോക്ക് വന്നതാണ്. കാര്യം അവർ പ്രോപ്പർലി സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവരെ സ്പീച്ച് എബിലിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്മെൻറ്റൽ അപ്രാക്സിയാണ്, DAS എന്ന് പറയും. ഒക്കേഴ്സ് ഇൻ ചൈൽഡ് ഫ്രം ബർത്ത്, ഒക്കറിങ് ഇൻ കൺസിസ്റ്റന്റ് എറർ ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. അത് കുഞ്ഞ് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതാണ്. പ്രോപ്പറായിട്ട് സൗണ്ടോ കാര്യങ്ങളോ ശബ്ദങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല.
മിക്കവാറുമൊക്കെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഈ ഫ്ലുവൻസി ഡിസോർഡറും സ്പീച്ചും ഡിസ്പ്രാക്സിയയും ഈ ഓട്ടിസം അല്ലെങ്കിൽ അഫാക്സിയും ഒക്കെ നോർമലി ഏതെങ്കിലുമൊക്കെ 2 ഡിസോർഡറൊക്കെ ആയിരിക്കാം മേ ബി ചോദിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതൽ. സോ ഇതിൽ ജസ്റ്റ് ഓട്ടിസം നമുക്ക് അധികം പറയുന്നില്ല, നമുക്കങ്ങനെ അധികം ലാംഗ്വേജ് ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗമായിട്ടേ പറയുന്നുള്ളൂ. കൂടുതലും ബാക്കി ഡിസ്പ്രാക്സിയ സ്പീച്ച് ഡിസോർഡറാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രാത്രിയ ആണ്. സോ എ മോട്ടോർ സ്പീച്ച് ഡിസോർഡർ കോസ് ബൈ വീക്ക്നെസ് ഓർ പാരലിസിസ് സ്പീച്ച് മസിൽ ഡ്യൂ ടു നെർവ് ബ്രെയിൻ ഓർ ഡാമേജ്. സോ നമ്മൾ ഈ ഒരു സ്ട്രോക്ക് ഒക്കെ വരില്ലേ, ആ ഒരു സെയിം കണ്ടീഷൻ പോലെ തന്നെയാണ് നെർവ് ഡാമേജോ ബ്രെയിൻ ഡാമേജോ ഒക്കെ പറഞ്ഞ സമയത്ത് ഉണ്ടാവുന്ന നമുക്ക് മോട്ടോർ സ്പീച്ച് ഡിസോർഡർ ആണ്. സോ സ്ട്രോക്ക്, പാർക്കിൻസോണിസം, ഹെഡ് നെക്ക്, സെറിബ്രൽ പാൾസി വരുമ്പോഴാണ്. സോ ഇവിടെ സ്ലേർഡ് സോ സ്പീച്ച്, സ്ലോ റാപ്പിഡ്, മംബ്ലിംഗ് സ്പീച്ച്, സോ നമുക്ക് ടങ്ക് ജോ ലൈൻ മൂവ്മെൻറ്റ് കുറയുക, അല്ലെങ്കിൽ നോർമൽ വോക്കൽ ക്വാളിറ്റി ഉണ്ടാവാണ്ടിരിക്കുക, ശ്വാസം മൂക്കുകൊണ്ട് സംസാരിക്കില്ല, ഡ്രൂളിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സോ നമ്മുടെ ഫേഷ്യൽ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം, ബ്രെത്ത് കൺട്രോൾ, വോയിസ് ക്വാളിറ്റി നോക്കി നമുക്ക് SLP ഇവാലുവേറ്റ് ചെയ്യാം. സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവർ പ്രോപ്പർലി സംസാരിക്കുന്നുണ്ടോ, ലാംഗ്വേജ് വീഴുമ്പോൾ നാക്കൊക്കെ നേരെ വീഴുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ ട്രീറ്റ്മെൻറ്റ് പറയുവാണെങ്കിൽ ആർട്ടിക്കുലേഷൻ തെറാപ്പിയാണ്, ഫ്ലുവൻസി ട്രെയിനിങ്, പിന്നെ DAF എന്ന് പറയും, ഡിലേഡ് ഓഡിറ്ററി ഫീഡ്ബാക്ക്. അത് നമ്മൾ സ്ലേർട്ടറിങ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ പറയും, ഇപ്പം ഡാഡി എന്ന് പറയാൻ ദ ദ ദ ഡ ഡ ഡ ഡ ഡ അങ്ങനെ പറഞ്ഞ് റിപ്പീറ്റീവായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഡിലേഡ് ഓഡിറ്ററി യൂസ്ഡ് ഫോർ ഷട്ടറിങ്. സോ ഷട്ടറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ പ്രോസസ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അപ്പം നമ്മൾ നോർമലി ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഈ ലാംഗ്വേജ് ബാരറൊക്കെ ഉള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടറിയാൻ പറ്റും. ഈ ഷട്ടറിങ് ഒക്കെ ഉള്ള കുട്ടികളെയൊക്കെ അവരിങ്ങനെ റിപ്പീറ്റേറ്റീവ് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാണാനായിട്ട് പറ്റും. സോ ന്യൂറോ ഡെവലപ്മെൻറ്റ് അപ്രോച്ചുകൾ, ഇപ്പോൾ ഡിസേബിലിറ്റി ആണെങ്കിൽ നമുക്ക് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നോർമൽ പറയുവാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വഴിയും സോ ഡിസേബിലിറ്റി ഒക്കെ നമുക്ക് മാറ്റിക്കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ റിഫ്ലക്സിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഫോർ സിവിയർ കേസ് ആണെങ്കിൽ മാനുവൽ സിംഗിങ്, കമ്പ്യൂട്ടർ സിന്തസൈസ് ടീച്ചിങ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ അമേരിക്കയിലൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരാൾക്ക് സംസാരിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിന് 2-3 റോഡ്സുകൾ ബ്രെയിനിൽ വെക്കും, വേവ് അനുസരിച്ച് ഒക്കെ നോക്കുന്ന രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഫ്യൂച്ചർ ഡെവലപ്മെൻ്റ് ആണ്. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഡിസോർഡേഴ്സ് എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.